നമ്മൾ ഇന്ന് EST 200 ഡിസൈൻ എഞ്ചിനീയറിംഗ് KTU S3യുടെ മൊഡ്യൂൾ 5 ആണ് നോക്കുന്നത്. ദ ലാസ്റ്റ് മൊഡ്യൂൾ എക്സ്പീഡിയൻസി എക്കോണമിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്നാണ്. ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ യൂസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് നമ്മളിവിടെ എടുക്കുന്ന ഫസ്റ്റ്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എക്കോണമിക്സ് ഇൻ ഡിസൈൻ, ഡിസൈൻ റൈറ്റ്സ്, എത്തിക്സ് ഇൻ ഡിസൈൻ ഒക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം. ഒരുപാട് ലിറ്റീസ് ഉണ്ട് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ. ഡിസൈൻ ഫോർ എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ എക്സ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറബിലിറ്റി, മെയിൻറ്റനബിലിറ്റി, റിലയബിലിറ്റി, അഫോർഡബിലിറ്റി, അങ്ങനെ കുറേ ലിറ്റീസ് ഉണ്ട്. ദ എൻജിനീയേഴ്സ് ഓൾവേസ് ട്രൈ ടു റിയലൈസ് വേരിയസ് ഡിസൈറബിൾ ആട്രിബ്യൂട്ട്സ് ടു സം ഡിഗ്രി ഇൻ ദ ഡിസൈൻസ് എംബഡഡ് ഇൻ ദ ഡിസൈൻ പ്രോസസ് ആസ് ഒബ്ജക്റ്റീവ്സ്. ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ. ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ, ക്യാൻ ദിസ് ഡിസൈൻ ബി മെയ്ഡ്? ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്, ഡിസൈൻ ഫോർ അസംബ്ലി, ബിൽ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ഷൻ, അതാണ് ഇവിടെ ഈ ഡിസൈൻ ഫോർ പ്രൊഡക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. DFM, DFA ആണ്. Design for DFM. It is the design based on minimizing the cost of production or the time to market for the product while maintaining an appropriate level of quality. ക്വാളിറ്റിക്ക് ഒരു കോട്ടവും തട്ടാതെ വേണം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്ത് ആണ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. DFM begins with the formation of design team, multidisciplinary. A basic methodology for DFM consists of 6 steps. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ DFMന് 6 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ്, ദ എസ്റ്റിമേറ്റ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഫോർ എ ഗിവൻ ഡിസൈൻ ഓൾട്ടർനേറ്റീവ്. നമ്മൾ എടുത്തിരിക്കുന്ന ഡിസൈനിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കമ്പോണൻസ്. നമ്മൾ വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് അതിൽ നിന്നും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും ഓരോ കമ്പോണൻസിൽ. ദെൻ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് അസംബ്ലി. ഓരോ മെറ്റീരിയൽസും ഓരോ കമ്പോണൻസും നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. പിന്നെ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് പ്രൊഡക്ഷൻസ്. സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കണമല്ലോ പ്രൊഡക്ഷന്, അപ്പോൾ അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. കൺസിഡർ ദ എഫക്റ്റ് ഓഫ് DFM ഓൺ അതർ ഒബ്ജക്റ്റീവ്സ്. മറ്റ് ഒബ്ജക്റ്റീവ്സിൽ നിന്നും എഫക്ട്സ് ഒക്കെ നോക്കും. If the results are not acceptable, revise the design once again. നമുക്ക് കിട്ടിയ റിസൾട്ട് ചെയ്തത് ഫെയിലായി പോകുമോ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ആ റീഡിസൈൻ ചെയ്യും, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. ഹൗ ടു റെഡ്യൂസ് കോസ്റ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ബൈ കൺസൾട്ടിങ് വിത്ത് എക്സ്പേർട്സ് ഓൺ മാനുഫാക്ചറിങ്, ബൈ യൂസിങ് കൊമേഴ്ഷ്യലി അവൈലബിൾ ഇൻപുട്സ് റാദർ ദാൻ കസ്റ്റം പാർട്സ്. ഇപ്പം നമുക്കൊരു കോസ്റ്റ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കുറയ്ക്കണമെങ്കിൽ നമ്മളെപ്പോഴും ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതിലൊരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ഒരു മാനുഫാക്ചറിങ്ങിന് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പേർട്സിനോട് ചോദിക്കണം. ഇതിന് മുൻപരിചയമുള്ള ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ കുറേ കൂടെ നമുക്ക് ഒരുപാട് ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും നമുക്ക് കിട്ടും. അടുത്തത് ഡിസൈൻ ഫോർ അസംബ്ലി. നമ്മൾ അസംബിൾ ചെയ്യുന്നതാണ് കുറച്ച് പൈസ കൂടുതലാകുന്നത് മെറ്റീരിയൽസ് മേടിച്ച് കഴിയുമ്പോൾ. The assembly refers to the ways in which the various parts, components and subsystem are joined, attached or otherwise grouped together to form the final product. Assembly can be characterized as consisting of a set of processes by which the assembler handles part or components, inserts the parts into a finished subsystem or system. The guidelines of DFA are limiting the number of components to the fewest that are essential to the working of the finished product, using standard fasteners and or integrating the fasteners into the product itself, designing the product to have a base component on which other components can be located, designing the product to have components that facilitate retrieval and assembly, designing the product and its component part to maximize accessibility during both manufacturing and subsequent repair and maintenance. അത് കഴിഞ്ഞ് bill of materials and production. A common inventory planning technique is material requirement planning. It utilizes assembly drawing to develop a bill of material BOM and an assembly that shows the order in which the parts on the BOM are put together. Why BOM? BOM എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിൽ ഓഫ് മെറ്റീരിയൽ.
When a company has determined the size and timing of its production schedule, production planners can determine the size and timing of inventory orders. കമ്പനി പറയുകയാണ് അതിൻ്റെ സൈസും എത്ര നേരം എടുക്കും, ആ പ്രൊഡക്ഷന് സമയം എത്ര എടുക്കും, സൈസ്, പ്രൊഡക്ഷൻ, അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പ്രൊഡക്ഷൻ പ്ലാനേഴ്സ് പറയും എത്രത്തോളം ആകും എന്നുള്ളത്, ബില്ലിങ്ങിൻ്റെയും കാര്യങ്ങൾ. ഡിസൈൻ ഫോർ യൂസ്. ഹൗ ലോങ് വിൽ ദിസ് ഡിസൈൻ വർക്ക്? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. റിലയബിലിറ്റി, മെയിൻറ്റനബിലിറ്റി, ഇതൊക്കെയാണ് ഡിസൈൻ ഫോർ യൂസിലുള്ളത്. അപ്പോൾ റിലയബിലിറ്റി is defined as the probability that an item will perform its function under stated condition of use and maintenance for a stated measure of a variant. In practice, we consider reliability in the context of the opposite of success, that is, in terms of failure. It is useful to distinguish between when a system fails and how it fails. If the team fails when in use, the failure can be characterized as in service failure. If the item fails but the consequences are not detectable until some other activity takes place, we refer to that as an incidental failure. A catastrophic failure occurs when a failure of some function is such that the entire system in which the item is embedded fails. Specific steps to design for reliability. Inadequate design, manufacturing defects, use-related failures. Inadequate design vulnerable can be addressed in a part by material selection. Manufacturing defects are best resolved by giving attention to the DFM, use-related failures. Maintainability, the probability that a failed component or a system will be restored or repaired to a specific condition within a period of time when maintenance is performed within prescribed procedures. പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഒരു റിപ്പയർ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുത്തിരിക്കുന്ന അത് പ്രോബബിലിറ്റി ദാറ്റ് ഒരു ഫെയിലായിരിക്കുന്ന ഒരു കമ്പോണൻറ്റിനെ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അതാണ് മെയിൻറ്റെയിനബിലിറ്റി. It depends upon a prior specification of the condition of part or device. It is concerned with the time needed to return a failed unit to service. അതിൻ്റെ എടുക്കുന്ന ആ സമയം ഒക്കെ നമ്മൾ to return a failed unit to സർവീസിലേക്ക് എടുക്കുന്ന സമയം അതെല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്യും. How to ensure maintainability. Selecting parts that are easily accessed and repaired. Providing redundancy so that systems can be operated while maintenance continues. Specifying preventive or predictive maintenance procedures. Indicating the number and type of spare parts that should be held in inventories in order to reduce downtime when systems fail. Considerations that designers should bear in mind. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം. ഫോൾട്ട് ഐസൊലേഷൻ ആൻഡ് സെൽഫ് ഡയഗ്നോസിസ്. നമ്മൾ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു ലോജിക്കും ഇല്ലാത്ത നമ്മൾ തന്നെ ആ കാര്യത്തെപ്പറ്റി ഒരു സോഴ്സോ ഒരു ബേസിക്കോ ഇല്ലാതെ നമ്മളതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അത് തെറ്റാണ്. പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റി, മോഡുലറൈസേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. Then a design for sustainability. What about the environment? Environmental issues and design, global climatal change, environmental life cycle assessment. ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. Environment implications of a design in terms of the effect on air quality, water quality, energy consumption and waste genetic, large varieties of design, transportation engineering, electrical engineering, etc. Global climate change, sometimes referred to as global warming. Engineers have a special obligations to involve themselves in finding ways to address global climate change. Carbon is emitted into atmosphere, greenhouse gases. Designing to reduce carbon emissions often begins with the measurement of carbon footprint. Then environmental life cycle assessment, LCA. It is a tool that was developed to help product designers understand, analyze and document their full range of environmental effects of design, manufacturing, transport, sale, use and disposal of products. Depending on the nature of LCA and product, such analysis begins with the acquisition and processing of raw materials such as petroleum, drilling and refining for plastic products, or foresting and processing of railroad ties, and continues until the product has been reused, recycled or placed in a landfill. LCA has 3 steps: inventory analysis, impact analysis and improvement analysis.
About first, inventory analysis. Inventory analysis lists all inputs, raw materials and energy, outputs, product waste, energy as well as any intermediate outputs. ഇതൊക്കെയാണ് ഇൻവെൻട്രി അനാലിസിസിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും അതിൽ ഇൻ്റർമീഡിയറ്റ് ഔട്ട്പുട്ട്സ് ഇതൊക്കെയാണ് എടുക്കുന്നത്. ഇമ്പാക്റ്റ് അനാലിസിസ് ലിസ്റ്റ് all of the effect on the environment of each item identified in the inventory analysis and quantifying or qualitatively describing the consequences. നമ്മൾ ഇൻവെൻട്രി അനാലിസിസിൽ എടുക്കുന്ന കാര്യങ്ങളുടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി എല്ലാം നോക്കുന്നത് ഇമ്പാക്റ്റ് അനാലിസിസിലാണ്. അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ്, ഇമ്പാക്ട്സ് ഓൺ എക്കോസിസ്റ്റം, റിസോഴ്സ് ഡിപ്ലീഷൻ എക്സെട്ര. ഇംപ്രൂവ്മെൻറ്റ് അനാലിസിസ് ലിസ്റ്റ് മെഷേഴ്സ് ആൻഡ് ഇവാലുവേറ്റ്സ് ദ നീഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് അഡ്വേഴ്സ് എഫക്റ്റ് ഫൗണ്ട് ഇൻ ദ ഫസ്റ്റ് 2 സ്റ്റെപ്പ്. ആദ്യത്തെ 2 സ്റ്റെപ്പിലും കണ്ട കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്രൂവ്മെൻറ്റ് അനാലിസിസിലാണ്. അടുത്തത് എഞ്ചിനീയറിംഗ് എക്കോണമിക്സ് ഇൻ ഡിസൈൻ. കോസ്റ്റ് എസ്റ്റിമേഷൻ. ഹൗ മച്ച് ഡസ് ദിസ് പർട്ടിക്കുലർ ഡിസൈൻ കോസ്റ്റ്? എത്രത്തോളം കോസ്റ്റ് ആകും നമുക്ക് ഈ ഒരു ഇതിൽ? ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ബിസിനസ് ദാറ്റ് റിക്വയർസ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. ഹവർ ദർ ആർ സെവറൽ വേസ് ദാറ്റ് വി ക്യാൻ ബ്രേക്ക് ഔട്ട് ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ ഡിവൈസ് ദാറ്റ് വി ആർ ഡിസൈനിങ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ലേബർ ചാർജ്, മെറ്റീരിയൽസ്, ഓവർ ഹെഡ് കോസ്റ്റ് ഇതൊക്കെയാണ് സാധാരണ. The costs are often broken up into the category of labor, material and overhead cost. Labor എന്ന് പറയുമ്പോൾ cost include payment to the employees who build the designed device as well as the support personnel who perform necessary but often invisible tasks such as taking and filling order, packaging and shipping the device. Labor cost also include a variety of indirect costs. ലേബർ കോസ്റ്റിൽ ഒരുപാട് ഇൻഡയറക്റ്റ് കോസ്റ്റസ് വരും ദാറ്റ് ആർ ലെസ് എവിഡൻറ്റ് ബിക്കോസ് ദേ ആർ ജനറലി നോട്ട് പെയ്ഡ് ഡയറക്ട്ലി ടു ദ എംപ്ലോയീസിന് ചിലപ്പോൾ അത് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നേക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് വരും. ആർ സംടൈംസ് കോൾഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി, ടാക്സ്, ഇതെല്ലാം അതിൽ പെടുന്ന കാര്യങ്ങളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റിൽ. എ സിമ്പിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഈസ് ടു കീപ് ഗുഡ് റെക്കോർഡ്സ് ഓർ ആക്ടിവിറ്റീസ് നീഡഡ് ടു ബിൽഡ് അവർ ഡിസൈൻ പ്രോട്ടോടൈപ്പ്. ഒരു ഡിസൈൻ പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ കോസ്റ്റ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആണ് നല്ലത്. മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദോസ് ഐറ്റംസ് ആൻഡ് ഇൻപുട്ട് ഡയറക്ട്ലി യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ദ ഡിവൈസ് അലോങ് വിത്ത് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ദാറ്റ് ആർ കൺസ്യൂംഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് പെടുന്നത്. എ കീ ടൂൾ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ആൻ ആർട്ടിഫാക്ട് ഓഫ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. BOM, ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ പാർട്സ് ഇൻ അവർ ഡിസൈൻ ഇൻക്ലൂഡിംഗ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് അസംബ്ലി. The costs incurred by a manufacturer that cannot be directly assigned to a single product are termed as overhead. Estimating the cost of producing a design requires careful consultation with clients or their suppliers. Cost of design and cost of designed device. Important distinction between cost of designing, prototyping and testing a product and cost of product after manufacturing and distribution. While costing is an important element in the profitability of a design, it is generally not a key factor in the pricing of artifact. Costs are an important element in the profit equation. Revenue, on the other hand, are determined by price charged for an item multiplied by number of items sold. For most profit maximizing firms, prices are not set on the basis of cost, but rather in terms of the market is willing to pay. The responsibility of marketing professionals on a design team usually include identifying design attributes that make consumers willing to pay a high price for a new product design. ഡിസൈൻ റൈറ്റ്സ്. നമ്മൾ ഏതൊരു കാര്യം ഒരു പ്രൊഫഷണൽ എത്തിക്സ് നമുക്ക് എപ്പോഴും ഒരു എൻജിനീയർ ആകുമ്പോൾ വേണം എന്ന് ഏതൊരു ഫീൽഡിലാണോ അവരുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് കാണണം. നമ്മളിപ്പോൾ ഡിസൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. ഡിസൈൻ റൈറ്റ്സ്. If you have created a new design, it's worthwhile considering registering to effectively prevent others from copying or exploiting your design. A registered design is an excellent cost-effective tool to protect your right against copying and counterfeiting. ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും കോപ്പി ചെയ്യാതെ നമ്മൾ തന്നെ നമ്മളുടെ ടീം അങ്ങനെയായിരിക്കണം ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുമ്പം. അത് മറ്റുള്ളവരുടെ കോപ്പി ആയിരിക്കരുത്. അത് നമ്മൾ ഒരു ഡിസൈൻ ചെയ്താൽ തന്നെ അതിന് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ എവിടെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം. അപ്പം അതിന് പുറമേ ആയിട്ട് ആരും വന്ന് അതിന് അവകാശം പറയത്തില്ല.
A design registration means you can register the look of your product. It gives you an exclusive right to your design for a limited time. Designs can be registered to protect the look of your whole product, a part of your product, or even just a small detail. Your product might be something functional like a mobile phone, a drill, or a toothbrush, or something more decorative like a vase or a piece of jewelry. You can also protect graphical symbols, logos, computer icons, etc. The design must be new and have individual character over prior design registration in order to be registered. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് പുതിയതായിരിക്കണം, അതൊരു നമ്മളുടെ തന്നെയാണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകാവൂ. Ethics in design. To design means to accept responsibility for creating designs. Designers are influenced by the society in which they work, and designed products influence the society. ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സാണ്. ഒരു ഡിസൈനറാണ് ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ചുമതല ആ ഒരു ഡിസൈനറിനായിരിക്കും. ഡിസൈനറാണ് അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിസൈന് സൊസൈറ്റിയോട് ആൻസർ പറയേണ്ടത് അവരാണ്. അപ്പോൾ ആ ഡിസൈൻ പ്രോഡക്ട്സിന് നമ്മൾ സൊസൈറ്റിയിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് എത്തിക്സും എത്തിക്കൽ ബിഹേവിയേഴ്സും നമ്മൾ ഒരു ഡിസൈൻ എൻജിനീയർ ആകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. For understanding obligations, words like ethics, morals, obligations, and duty are used in a variety of ways in everyday life, including seemingly contradictory or unclear ones. നമ്മൾ ഈ വാക്കുകളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എത്തിക്സ്, ഡിസിപ്ലിൻ ഡീലിംഗ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ് വിത്ത് മോറൽ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉള്ളിലുള്ളത്, നമുക്ക് തന്നെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട്. ഞാൻ അത് ചെയ്യത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. തിയറി ഓർ സിസ്റ്റം ഓഫ് മോറൽ വാല്യൂസ്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് ഗവേണിംഗ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇത് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എത്തിക്സിൽ പെടുന്നത്. മോറൽ, ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് റൈറ്റ് ഓർ റോങ് ഇൻ ബിഹേവിയറിൽ കാണിക്കുന്ന ശരിയോ തെറ്റുകളോ അതാണ് morals പെടുന്നത്. It expressing or teaching a conception of right behavior. These definitions define ethics as a set of guiding principle or a system that people can use to help them behave well. Codes of ethics. What are our professional obligations? The professional societies also undertook other kind of activities, including promulgating design standards, providing forums for reporting research and innovation in practice. The Professional Engineering Society continues to play a leading role in setting ethical standards for designers and engineers. These ethical standards clearly speak to the various and often conflicting obligations that an engineer must meet. The societies also provide mechanism for helping engineers resolve conflicting obligations, and when asked, they provide the means for investigating and evaluating the ethical behavior. Most professional engineering societies have published code of ethics. മിക്കവാറും ഉള്ള പ്രൊഫഷണൽ സൊസൈറ്റീസും കോഡ് ഓഫ് എത്തിക്സ് അവർ പറയും, ഇതാണ് ഞങ്ങളുടെ കോഡ് ഓഫ് എത്തിക്സ്, ഇതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. There are some points to make regarding the professional societies and the codes. The difference in the codes reflect different styles of engineering practice in the various disciplines, much more than difference in the views of importance of ethics. Professional societies, notwithstanding the promulgation of code of ethics, have not always been seen as active and visible protectors of whistleblowers and other professionals who raise concerns about specific engineering or design instances. The code of ethics we have described are not necessarily the same as those in all the part of the world. Ethics always a part of engineering practice. Ethics is intensely personal. There is no way to predict when a serious conflict of obligations and loyalties will arise in our individual lives, nor can we know the specific personal and professional circumstances within which such conflicts will be embedded. Nor, unfortunately, is there a single answer to many of the questions posed. If faced with a daunting conflict, we can only hope that we are prepared by our upbringing, our maturity, and our ability to think and reflect about the issues that we have briefly raised.
അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പിൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ആണ് examine the changes in the design of footwear with the constraints, production methods, lifespan requirement, reliability issues, environmental factors. Use the hand sketches and give proper rationalization for changes in the design. Thanks for watching this video.